ഫ്ലെക്സിബിലിറ്റി ഇൻ ദിസ് ഷൂ അല്ലേ? ഈ ഒരു ഫ്ലെക്സിബിലിറ്റി എനിക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വുഡ് ഐ ബൈ ദിസ് പ്രൊഡക്റ്റ്? ഇല്ലല്ലോ. അപ്പൊ ഏതൊരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഫിയർ ഉണ്ട്. ഞാനൊരു വില്ല പ്രൊജക്ട് എടുക്കുമ്പോൾ ഫിയർ ആണ്. കാരണം താങ്കളുടെ പേപ്പർ വർക്ക് പ്രോപ്പർ ആയിരിക്കോ, കംപ്ലീഷൻ ഓൺ ടൈം ആയിരിക്കോ അല്ലേ, എനിക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻസ് ടൈമിൽ കിട്ടുമോ, പ്ലിന്ത് ഏരിയ പ്രോപ്പർ ആണോ, എലിവേറ്റർ സിസ്റ്റംസ് ഉണ്ടാവുമോ, വിസിനിറ്റി പ്രോപ്പർ ആണോ, പ്രിമൈസസ് പ്രോപ്പർ ആണോ, സപ്പോർട്ടിംഗ് സിസ്റ്റംസ് പ്രോപ്പർ ആണോ, ഇലക്ട്രിഫിക്കേഷൻസ് പ്രോപ്പർ ആണോ അല്ലേ, ബിൽഡ് വെയർ ക്വാളിറ്റി പ്രോപ്പർ ആണോ, ബിൽഡ് വെയർ പ്രൊഡക്ട്സിന്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ഡ്യൂറബിലിറ്റി, ആക്സസിബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഡെലിവറി ഓൺ ടൈം ആയിരിക്കോ. ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസേൺ ആണ്, ഒരു ഫിയർ ആണ്, ഒരു ആങ്സൈറ്റി ആണ്. ഈ ആങ്സൈറ്റിക്കുള്ള സൊല്യൂഷൻസ് നമ്മുടെ വാക്കുകളിലൂടെയും നമ്മളുടെ കണ്ടീഷൻസിലൂടെയും കൊടുക്കാൻ വേണ്ടി സാധിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സിനെയും ഓപ്റ്റിമൈസ് ചെയ്തെടുക്കുമ്പോൾ അവരുടെ ഫിയർ കുറയും. അപ്പൊ രണ്ടാമത്തെ കസ്റ്റമറുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഫിയർ എന്നുള്ളതാണ്. ഫിയർ കസ്റ്റമർ, പേടിയെ നമുക്ക് കുറക്കാനും ആങ്സൈറ്റിയെ കുറക്കാനും കൺസേണിനെ കുറക്കാനും സാധിക്കുന്ന ഒരു സെയിൽസുകാരന് കച്ചവടം ഈസി ആയിരിക്കും.